ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗം അബ്രഹാമും ഇസഹാക്കും യാഗത്തിനായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. മകൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അബ്രഹാം മറുപടി പറയുന്നത് ശ്രദ്ധേയമാണ്. അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഈ യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പോൾ അബ്രഹാമിൻ്റെ മറുപടി, അത് യഹോവ കരുതിക്കൊള്ളും. ദൈവത്തിൻ്റെ കരുതലുണ്ടെന്നുള്ള കാര്യം വിശ്വാസത്താൽ പ്രഖ്യാപിക്കുവാൻ ആ ചോദ്യത്തിന് മുമ്പിൽ പതറാതെ ഇടറാതെ അബ്രഹാമിൻ ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞത്, ദൈവം തനിക്ക് കരുതുന്ന ദൈവമാണ്, എൻ്റെ കൂടെ ഉണ്ടെന്നും എന്നും എന്നെ സഹായിപ്പാൻ കൂടെ ഉണ്ടെന്നും ഞാൻ ദൈവം പറയുന്നത് അനുസരിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി കർത്താവെല്ലാം നന്നായി ചെയ്യും എന്ന വിശ്വാസം തന്നിലുണ്ട്. വിളിച്ചിറക്കിയ ദൈവമാണവൻ. അതെ, ഞാൻ എൻ്റെ അപ്പനും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അപ്പനത് വിറ്റ് അതിൻ്റെ കിട്ടുന്ന നന്മ കൊണ്ട് ജീവിച്ചും പോയിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മഹാശബ്ദം കേൾപ്പിച്ച് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ദൈവം പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇന്നും ഞങ്ങൾ ജീവിക്കുന്നു. ഈ ജീവിത സാഹചര്യത്തിൽ എന്നും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് യഹോവ കരുതിക്കൊള്ളും എന്ന വാക്ക് താൻ പറയുവാനിടയായത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ ചോദ്യങ്ങളുടെ മുമ്പിൽ പതറാതിടരാതെ ദൈവത്തെ അറിഞ്ഞവരും ദൈവസ്നേഹം രുചിച്ചറിഞ്ഞവരും ദൈവത്തിൻ്റെ മഹാദയാൽ നന്മ അനുഭവിച്ചവരുമായ നാം ഓരോരുത്തരും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവ് കരുതുന്ന ദൈവമാണ്. അതെ, യഹോവ ഈരെ, കർത്താവ് കരുതും. കരുതുന്ന ദൈവത്തിൻ്റെ കരുതലുകൾ ഇന്നലകളിൽ അനുഭവിച്ചവരല്ലേ നാം. ഒന്നുമില്ലായ്മയിൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ ദൈവകൃപയെ കൊണ്ടുവന്ന് നിർത്തിയ ദൈവം ഇന്നുവരെയും ദൈവം നമ്മളെ സഹായിച്ചു. എന്തെല്ലാം കരുതലുകളാണ് നാം അനുഭവിച്ചിരിക്കുന്നത്. ആ അനുഭവിച്ച കരുതലുകൾക്കൊത്തവണ്ണം ദൈവസന്നദ്ധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായും പിന്മാറ്റക്കാരാതെ വിശ്വസ്തരായും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് അവൻ്റെ സാക്ഷിയായും ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ആ കരുതുന്ന കരങ്ങളിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അതെ, ഒന്നിനാലും പതറാനോ ഇടറാനോ ഒന്നും അബ്രഹാമിന് കഴിഞ്ഞില്ല. ശിഷ്യന്മാരുടെ മുമ്പിലും ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന സമയത്തും താൻ ദൈവസന്നദ്ധിയിൽ പെസഹ ആചരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്ന പദങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ. കർത്താവ് പറയുന്നു, അതിൻ്റെ എല്ലാം സമയമായി. എന്നാൽ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. ഗതസമനത്തോട്ടത്തിലും അവർക്കത് മനസ്സിലായില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. തന്നെ ധൈര്യപ്പെടുത്തിയതും ആ ദൈവകൃപയാണ്. എന്നാൽ പിന്നത്തേതിൽ അത് ക്രൂശിതനാകുവാൻ പിടിക്കപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനെപ്പോൾ ദേവാലയത്തിലുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അന്ന് പിടിക്കാഞ്ഞത്? എന്നാൽ ഇതെല്ലാം സംഭവിക്കേണ്ടതാകുന്നു. സംഭവിച്ചത് അനുഗ്രഹത്തിനും വിടുതലിനും ദേശങ്ങൾക്ക്, ലോകത്തിൻ്റെ 5 വൻകരകളുള്ള സകല ജനങ്ങൾക്കും വിടുതലിന് കാരണമാക്കി തീർത്ത യേശു കർത്താവിൻ്റെ ക്രൂശീകരണ മരണം നമ്മുടെ ജീവിതത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായെങ്കിൽ കർത്താവ് കരുതിയ കരുതലുകൾ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിനും അതേ തൻ്റെ മറ്റു കാര്യാദികൾക്കെല്ലാം ദൈവം കരുതിയ കരുതലുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലും അങ്ങനെ കരുതിയ കരുതലുകൾ കണ്ട്
അതെ, ആട്ടുകൊറ്റനെ കണ്ട് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇസഹാക്കിന് പകരം യാഗമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് മടങ്ങി വന്നത്. ബാല്യക്കാരോട് പറഞ്ഞ് നിങ്ങളിവിടെ നിൽപ്പിൻ, ഞങ്ങൾ യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. ആ മടങ്ങി വരവിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിടുതലായി മാറിയതുപോലെ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഉച്ചരിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.